Welcome to Entrance Physics Part 30. ഈ എൻട്രൻസിൻ്റെ പോസ്റ്റിങ്സിന് റെഗുലറായിട്ടുണ്ടാവും. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ കുറച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ എൻ്റെ ഏർലിയർ പോസ്റ്റിങ്സ് കൺസേൺഡ് ടോപ്പിക്സിൻ്റെ ചിലത് എടുത്ത് കാണും. അപ്പോൾ എങ്കിലും ഞാൻ ബ്രീഫായിട്ട് ഈ പോസ്റ്റിങ്ങിൻ്റെ കൂടെ ബേസിക്സൊക്കെ പറയും. കൂടുതൽ വ്യക്തത വരണമെങ്കിൽ കൂടുതൽ നല്ല ചോദ്യങ്ങളൊക്കെ ഞാൻ തരും. അത് എളുപ്പം സോൾവ് ചെയ്യണമെങ്കിൽ മനസ്സിൽ നല്ല കോൺസെപ്റ്റ് വേണം. അപ്പോൾ അത് എനിക്ക് എല്ലാ പോസ്റ്റിങ്ങിലും ഇങ്ങനെ ആവർത്തിച്ച് ഉള്ള സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് നേരത്തെയുള്ള പോസ്റ്റിങ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം, ഫിസിക്സിൽ പൊതുവെ നമ്മൾ കാണുന്ന കാര്യം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ വേണ്ടിയായി ഫിസിക്സും ഒക്കെ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ എന്തൊക്കെ സംഭവിക്കും ഭാവിയിലെന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനും പഴയ നിരീക്ഷിച്ച് കിട്ടിയ അനുഭവങ്ങളും എല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു ബ്രാഞ്ചായ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ ചില പേരുകൾ കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വസ്തു തള്ളി നീക്കാനോ വലിച്ച് അടുപ്പിക്കാനോ ഒക്കെ നേരിടേണ്ടി വരുന്ന, അപ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ആ പ്രയത്നം, അതിനെ നമ്മൾ ഫോഴ്സ് എന്നങ്ങ് വിളിക്കുന്നു. ഒരു വസ്തുവിനെ ഉയർത്താൻ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളതിനെ വെയിറ്റ് എന്നങ്ങ് വിളിക്കുന്നു. അത് ഫോഴ്സ് തന്നെയാണ്. ഇതുപോലെ ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിനെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ മൊമെൻറ്റം എന്ന് വിളിക്കുന്നു. എന്നിട്ട് ചില പ്രിൻസിപ്പിളും ചില ലോസും ഒക്കെ ഉണ്ടാക്കി നിരീക്ഷണത്തിൽ കൂടെ മനസ്സിലാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ന്യൂട്ടൺസ് ലോ പോലെയൊക്കെയുള്ള ലോകൾ. ഇതെല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഇനിയും ഇപ്പോൾ ഒരു ചോദ്യം ഞാൻ പറയുന്നു. ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ബോഡി ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് ഓഫ് ദി ബോഡി. ദി ഫോഴ്സ് ഈസ് എ electromagnetic in nature or electromagnetic forces, B gravitational force, C friction, D there is no such force. ഈ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിൽ ഒരു ബലം കൊടുക്കുന്ന ആക്സിലറേഷൻ ആ വസ്തുവിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ആ ബലമേത്, ഫോഴ്സ് ഏത്? ഇതാ ചോദ്യം. ന്യൂട്ടൺസ് ലോ അനുസരിച്ച് ആക്സിലറേഷൻ A=F/m ആണ്. അപ്പോൾ മാസ് കൂടുമ്പോൾ ആക്സിലറേഷൻ കുറയും, മാസ് കുറയുമ്പോൾ ആക്സിലറേഷൻ കൂടും. അപ്പോൾ ആക്സിലറേഷൻ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതോ ഒരു ഫോഴ്സ് അതിന് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു. ഞാനിത് നേരത്തെ ഉള്ള പോസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്തിട്ട പോസ്റ്റിംഗ് ചർച്ച ചെയ്തതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. കാരണം ബലം കിട്ടുന്ന വസ്തുവിൻ്റെ മാസും കൂടെ ചേർന്നതാണ് ആ ഫോഴ്സ്. F=G(m×m') അല്ലെ m1m2/r². ഇതിൽ ഒരെണ്ണം ഈ ബലം കിട്ടുന്ന വസ്തുവിൻ്റെ മാസാണ്. അപ്പോൾ ആക്സിലറേഷൻ കാണുമ്പോൾ F/ അതിൻ്റെ മാസ്. അപ്പോൾ ആ ഫോർമുലയിൽ നിന്ന് ആ മാസം അങ്ങ് അപ്പുറത്ത് ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിലിടുന്ന മാസം കൂടെ ആകുമ്പോൾ വെട്ടിപ്പോകും. ഇപ്പോൾ m2വിൻ്റെ ആക്സിലറേഷൻ കാണണമെങ്കിൽ F=G(m1m2/r²). എങ്കിൽ m2വിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ A2=F/m2. അപ്പോൾ G(m1m2/r²/m2). m2 വെട്ടിപ്പോയി, പോയിട്ട് G(m1/r²) വരും. അപ്പോൾ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ മാസ് അവിടെ വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഈ ചോയ്സിൻ്റെ എണ്ണം ഞാൻ സ്ഥിരം 4 ഇടുള്ളൂ. എനിക്ക് അത്രയും കൂടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമല്ലോ. നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ പോരെ.
ചില എക്സാമിന് ചോയ്സ് 5 ഉണ്ടാവും, ചിലതിന് 4. ഇപ്പം ഞാൻ 4 നിർത്തുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസാണ് പ്രശ്നം, അതിൻ്റെ ബേസിക് ഐഡിയാസ്. പിന്നെ എളുപ്പം എങ്ങനെ ചെയ്യാം ഓരോ ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇനിയും ന്യൂട്ടൻ്റെ സെക്കൻഡും തേർഡ് ലോയും കൂടെ ചേർന്നാൽ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിലെത്തിച്ചേരാം. ഈ ലോസും പ്രിൻസിപ്പിൾസും ഒക്കെ കയ്യിലുണ്ടെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നമുക്ക് ചില ഓപ്പറേഷണൽ പ്രിൻസിപ്പിൾസ് ആവശ്യമാണ്. അതിലൊന്നാണ് F=ma. മറ്റൊന്ന് കൺസർവേഷൻ ലോ ഓഫ് മൊമെൻറ്റം. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ ബോഡി അല്ലെ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇതുപോലെ കൺസർവേഷൻ ഓഫ് ആങ്കുലാർ മൊമെൻറ്റം. ടോർക്കാണ് വസ്തുക്കളെ കറക്കുന്നത്. വസ്തുക്കളെ കറക്കാൻ കഴിവുള്ള ബലങ്ങൾക്ക് ഉള്ള സവിശേഷതയ്ക്ക് ഈ ടോർക്ക് എന്ന് പറയുന്നത്, കറക്കാനുള്ള ഒരു ബലത്തിൻ്റെ കഴിവ്. ആ ടോർക്ക് ഇല്ല എങ്കിൽ ഒരു പ്രത്യേക വേഗതയിൽ കറങ്ങുന്ന വസ്തു കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ വേഗതയിൽ ആംഗുലാർ മൊമെൻറ്റം വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. മറ്റൊന്ന് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. ഈ ഓപ്പറേഷണൽ പ്രിൻസിപ്പിൾസ് ഇല്ലാതെ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂളുകളാണ്, ആയുധങ്ങളാണ് ഈ ഓപ്പറേഷണൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ പല പല രീതിയിലൊക്കെ കാണും. ഇനി ഈ ന്യൂട്ടൻ്റെ സെക്കൻഡും തേർഡും ലോസ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിലേക്ക് നയിക്കും. ടോട്ടൽ മൊമെൻറ്റം ഇസ് എ കോൺസ്റ്റൻറ്റ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ലോസ്. ഇപ്പോൾ രണ്ട് വസ്തുക്കൾ കൂട്ടിമുട്ടുകയോ പ്രസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ആക്ഷൻ റിയാക്ഷൻ പെയർ വരും. മാസ് m1 ഉള്ള വസ്തു മാസ് m2 ഉള്ള വസ്തുവായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ m1 വിൽ എക്സർട്ട് എ ഫോഴ്സ് ഓൺ m2. വി കോൾ ഇറ്റ് ആസ് ആക്ഷൻ. അതിന് നമ്മൾ F12 എന്ന് വിളിക്കും. ഇതുപോലെ അതേ സമയം തന്നെ അത്രയും സമയം ഈ M2 M1 തിരിച്ചും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണമൊക്കെ ഞാൻ പഴയ പോസ്റ്റിങ്സിൽ കൊടുത്തിട്ടുണ്ട്. തിരിച്ച് അതേ അളവിലുള്ള ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ M1 കൊടുക്കുന്നുണ്ട്. അതിനെ വി കോൾ ഇറ്റ് ആസ് റിയാക്ഷൻ. സിമ്പിൾ. ഇപ്പോൾ F21 എന്നിരിക്കും. അപ്പോൾ F12 M2 ആക്ട് ചെയ്യുന്നു, F21 M1 ആക്ട് ചെയ്യുന്നു. തേർഡ് ലോ അനുസരിച്ച് F12 ഈക്വൽസ് മൈനസ് ഓഫ് F21. ഇനി ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ അനുസരിച്ച് F=ma. അപ്പോൾ F12 എന്നുള്ളത് ആക്ഷൻ ഈക്വൽസ് മൈനസ് റിയാക്ഷൻ. ആക്ഷൻ F12 ഈക്വൽസ് M1 ഇപ്പോൾ M1 കിട്ടുന്ന ഫോഴ്സ് M1 ഈക്വൽസ് M2 ഇത് തിരിച്ച് ഇത് M2 M1 കൊടുത്തത് M1 M2 കൊടുത്തതാണ് ഇത്. അപ്പോൾ മൈനസ് M2 A2. ഒന്ന് ആക്ഷനായിട്ട് എടുത്താൽ അത് അതർ ഈസ് റിയാക്ഷൻ. ഇനി A1 എന്ന് പറഞ്ഞാൽ M1 ആക്സിലറേഷനാണ് V1 മൈനസ് U1/t. A2 ഈസ് V2 മൈനസ് U2/t. ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടിയും ടിയും ക്യാൻസൽ ചെയ്യും, പോയിട്ട് ബ്രാക്കറ്റൊക്കെ മാറ്റുമ്പോൾ M1 V1 മൈനസ് M2 U1 ഈക്വൽസ് മൈനസ് M2 V2 പ്ലസ് M2 U2. സൈഡൊക്കെ മാറ്റി നെഗറ്റീവ് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി M1 V1 പ്ലസ് M2 V2 ഈക്വൽസ് M1 U1 പ്ലസ് M2 U2. ദിസ് ഈസ് ദി ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദി ടു ബോഡീസ് after interaction or after collision. This is the total momentum before collision. So total momentum is a constant. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഫോഴ്സേ ഉള്ളൂ. അത് ഇൻറ്റേർണൽ ഫോഴ്സിൻ്റെ വകുപ്പിൽ പെരും. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർ തമ്മിലുള്ള ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റാണ്. ഇതിലൊരു മറ്റൊരു വിശേഷം ഉള്ളത്, ഇതൊന്ന് വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. ഈ M1 U1 ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക, ഇത് റൈറ്റ് സൈഡിലോട്ടും കൊണ്ടുപോവുക.
അപ്പോൾ എന്നിട്ട് ഒന്ന് ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ m1v1 മൈനസ് m1u1 പ്ലസ് m2v2 മൈനസ് m2u2 ഈക്വൽ 0. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദി ഫസ്റ്റ് ബോഡിയാണ്. ഇത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദി സെക്കൻഡ് ബോഡിയാണ്. അപ്പോൾ ഈ കാണുന്നത് ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദി ടു കൊളൈഡിങ് ബോഡീസ്, അത് 0യാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഒരു കൊളിഷൻ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും ഓരോന്നിൻ്റെയും ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടിട്ട് ആഡ് ചെയ്താൽ ടോട്ടൽ വിൽ ബി 0. ഇത് പല രീതിയിലുള്ള ചോദ്യമായിട്ട് വരും, ഞാനത് തരും. ഇനിയും അപ്പോൾ ഈ ശ്രദ്ധിക്കുക, ഡ്യൂറിങ് കൊളിഷൻ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദി കൊളൈഡിങ് ബോഡീസ് ഈസ് ഓൾവേസ് 0. കാരണം 1 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി അതർ എന്ന് വരും. അതുകൊണ്ട് ഒരേ സൈഡിൽ കൊണ്ടുവരും കഴിഞ്ഞത്. ഇനി നമുക്ക് ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ച് F12 ഈക്വൽസ് മൈനസ് F21 ഇക്വേഷനെ ടി കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേ. F12 ഇൻറ്റു ടി ഈക്വൽസ് മൈനസ് F21 ഇൻറ്റു ടി. ഇത് ഇമ്പൾസ് റിസീവ്ഡ് ബൈ ദി സെക്കൻഡ് ബോഡിയാണ്. F ഇൻറ്റു ടി ഈസ് ദി ഇമ്പൾസ് ഫോഴ്സ് ഇൻറ്റു ടൈം I2. F21 ഇൻറ്റു ടി എന്ന് പറഞ്ഞ ഇമ്പൾസ് റിസീവ്ഡ് ബൈ ദി ഫസ്റ്റ് ബോഡിയാണ് I1. സോ ചുരുക്കത്തിൽ ഇതിപ്പോൾ I2 ഈക്വൽസ് മൈനസ് I1 എന്ന് കിട്ടി. ഇതിപ്പുറത്തോട്ടെടുത്ത് I1 പ്ലസ് I2 ഈക്വൽസ് 0. ചുരുക്കത്തിൽ കൊളിഷൻ നടക്കുമ്പോൾ ടോട്ടൽ ഇമ്പൾസ് ഓഫ് ദി കൊളൈഡിങ് ബോഡീസ് ഈസ് ഓൾവേസ് 0. ഇത് മറ്റൊരു റിസൾട്ടാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 എന്ന് മുമ്പേ പറഞ്ഞു. ഇത് I1 ആണ്, ഇത് I2. I1 പ്ലസ് I2 ഈക്വൽ 0. ഇതിങ്ങനെയും ചെയ്യാം, ഇതെളുപ്പമാർഗമാണ്. അപ്പോൾ ഏത് കൊളിഷൻ നടക്കുമ്പോഴും ടോട്ടൽ ഇമ്പൾസ് ഓഫ് ദി കൊളൈഡിങ് ബോഡീസ് വിൽ ബി 0. മറ്റ് ഒരു പോയിൻ്റ് ഇതിനെ ബേസ് ചെയ്താൽ അടുത്ത പോസ്റ്റിങ് ഞാൻ ചോദ്യങ്ങൾ തരിക. സർക്കുലർ മോഷൻ നടക്കും. ഇത് ഞാൻ ചർച്ച ചെയ്ത ഈ അടുത്ത പോസ്റ്റിങ്ങുകൾ. 6 റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ ഒരു വസ്തു കിടന്നിങ്ങനെ കറങ്ങുക. ഈ ടാൻജൻറ്റിൽ കൂടെ ഉള്ള എപ്പോഴും ഇതിനെ സർക്കുലർ മോഷനിൽ നിന്ന് ഫ്രീ ആക്കിയാൽ ഇത് അതാത് ഏത് പോയിൻ്റിൽ വരുന്നോ ആ പോയിൻറ്റിലെ ടാൻജൻറ്റിൽ കൂടെ ആ സമയത്തുള്ള വെലോസിറ്റിയിൽ പറന്നു പോകാനാണ് ഇഷ്ടപ്പെടുക. അതുകൊണ്ടാണ് ആ വെലോസിറ്റി ടാൻജൻറ്റിൽ കൂടാന്ന് പറയുന്നത്. ഈ ടാൻജൻഷ്യൽ വെലോസിറ്റി V, റേഡിയസ് R. ഈ വിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും. ഞാൻ എക്സാമ്പിളൊക്കെ ഈയിടെ പറഞ്ഞു. ഒരു ഫാൻ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൊട്ടേഷൻ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വിയുടെ മാഗ്നിറ്റ്യൂഡും അവിടെ കൂടുക. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മാഗ്നിറ്റ്യൂഡ് കുറയുക. ഇതിനിടയ്ക്ക് വിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ്. അപ്പോൾ അത് യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ ആരംഭത്തിൽ ആക്സിലറേറ്റഡ് സർക്കുലർ മോഷൻ, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഡീആക്സിലറേറ്റഡ് സർക്കുലർ മോഷൻ, ഇതിനിടയ്ക്ക് യൂണിഫോം സർക്കുലർ മോഷൻ. ഇതിൽ നമുക്ക് ജനറൽ കേസ് എടുത്താൽ ആക്സിലറേറ്റഡ് സർക്കുലർ മോഷൻ ആണെന്നിരിക്കട്ടെ. അപ്പോൾ വിയുടെ ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ചെയ്യും. അതുകൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷനാണ് ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. മാഗ്നിറ്റ്യൂഡ് മാറുന്നത് കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷനെ നമ്മൾ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയും. ഇത് ഞാൻ ഇവിടെ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. ഇതിൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ AT ഈക്വൽസ് R∝, where alpha angular acceleration is change in angular velocity by time, omega2 minus omega1 by t. റേഡിയൽ ആക്സിലറേഷൻ ഈ സെൻറ്ററിലോട്ടുള്ള ആക്സിലറേഷൻ, അതിനെ നമ്മൾ റേഡിയൽ ആക്സിലറേഷൻ അല്ലെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയാം. AR ഈക്വൽസ് v²/r or r omega². Omega is the angular velocity.
ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ് എങ്കിൽ ടോട്ടൽ ആക്സിലറേഷൻ എ ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് എ ടി സ്ക്വയർ പ്ലസ് എ ആർ സ്ക്വയർ എന്ന് എടുക്കും. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ഒരു ആക്സിലറേഷനേ ഉള്ളൂ, അത് റേഡിയൽ ആക്സിലറേഷൻ. അതില്ലാ കാര്യമൊന്നും നടക്കില്ല, സർക്കിൾ നിൽക്കില്ല. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ രണ്ട് ആക്സിലറേഷൻ ഉണ്ട്, സെൻട്രിപെറ്റൽ ആക്സിലറേഷനും ഉണ്ട്, ടാൻജൻഷ്യൽ ആക്സിലറേഷനും ഉണ്ട്. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ട് എന്നേ അർത്ഥമുള്ളൂ. സർക്കിളിൽ കറങ്ങുമ്പോൾ എല്ലാ വസ്തുവിനും സെൻറ്ററിലേക്കൊരു ബലം വേണമല്ലോ, അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ അത് കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ എവിടെ ഉണ്ട് എങ്ങോട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അടുത്ത പോയിൻ്റ്, ഈ മൊമെൻറ്റം, വെറുതെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകുമ്പോൾ ഉള്ള ചലിപ്പിക്കാനുള്ള കഴിവ്, മറ്റു വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവ്, അത് പി ഈക്വൽസ് എം വി. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് മൊമെൻറ്റം ആർ ഇൻറ്റു പി. ഈ ആർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നുള്ള വസ്തു ചലിക്കുന്നിടത്തേക്കുള്ള അകലമാണ്, ഓടിയ ദൂരമൊന്നും അല്ല, അകലമാണ്, ആർ ഇൻറ്റു പി. അതല്ലെങ്കിൽ പി എം വി അപ്പോൾ എം വി ആർ എന്ന് പറയാം. വി ഈക്വൽസ് ആർ ഒമേഗയാണ്. അപ്പോൾ ചുരുക്കത്തിൽ എം ആർ ഒമേഗ ഇൻറ്റു ആർ, ഓർ എൽ ഈക്വൽസ് എം ആർ സ്ക്വയർ ഒമേഗ. എം ആർ സ്ക്വയറിനാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയാം. അപ്പോൾ എൽ ഈക്വൽസ് ഐ ഒമേഗ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ. ഈ ഐ എന്ന് പറഞ്ഞാൽ എം ആർ സ്ക്വയർ. എം ആർ സ്ക്വയറിന് എം ആർ ഇൻറ്റു ആർ. എം ആർ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഒരകലം. അതിനെ ഫസ്റ്റ് മോമെൻ്റ് ഓഫ് മാസ് എന്നാണ് പറയുന്നത്. ഈ അകലം കൊണ്ട് ഗുണിക്കുന്നതിനെല്ലാം മോമെൻ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ എം ആർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മോമെൻ്റ് ഓഫ് മാസ്. എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മോമെൻ്റ് ഓഫ് മാസ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മോമെൻ്റ് ഓഫ് മാസാണ്. മോമെൻ്റ് ഓഫ് മാസ്. ഇത് ഞാൻ ആവർത്തിക്കുക, ബോറടിക്കും എനിക്ക്. എം ആർ സ്ക്വയർ. ഇനി എഫ് ഈക്വൽസ് എം എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അല്ലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡി പി ബൈ ഡി ടി. അതിന് തത്തുല്യമായിട്ട് ന്യൂട്ടണിലോ റൊട്ടേഷനിലോ ഉണ്ട്. എഫിന് വരും ടോർക്ക് പറയണം. ടോ ഈക്വൽസ് ഐ ആൽഫ, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ആംഗുലാർ ആക്സിലറേഷൻ. മാസിന് വരും ഐ, എക്ക് വരും ആൽഫ. അതല്ലെങ്കിൽ ഡി എൽ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഈ കാര്യങ്ങളെ ബേസ് ചെയ്തായിരിക്കും അടുത്ത പോസ്റ്റിങ്ങിൽ ചോദ്യങ്ങൾ വരും. അടുത്ത പോസ്റ്റിങ് ചോദ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്ത് വൃത്തിയായിട്ടെല്ലാം ആവശ്യമുള്ള പോസ്റ്റിങ്സ് കാണാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു.